Hey all, Assalamu alaikum. Welcome to another ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. ഇറ്റ്സ് മീ സെഫീറ. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഇറ്റ്സ് അവർ കോളേജ് ഓണം സെലിബ്രേഷൻ. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നലെ മുതലേ മഴ ഉള്ളതുകൊണ്ട് രാവിലെ കോളേജിലേക്ക് പോണത് ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര ഒരു മടുപ്പേനു. കാരണം ഈ ഒരു സാരിയും സ്കൂട്ടിയും മഴയൊന്നും അങ്ങോട്ട് സെറ്റായി കിട്ടൂല. ഏതായാലും ഈ ഓണം സെലിബ്രേഷനെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോൾ തന്നെ സാരി ഇടൂല എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളേനു ഞാൻ. ബട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സാരി എടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമായി മാറി. അങ്ങനെ ഏതായാലും എൻ്റെ അടുത്തുള്ള ഒരു സാരി ഇടാന്നാണ് ഞാൻ ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ ക്ലാസ് ഗ്രൂപ്പ് എന്ന് മനസ്സിലായി എല്ലാവരും സെറ്റ് സാരി ആണെന്നുള്ളത്. അപ്പൊ എന്തായി, എനിക്കും സെറ്റ് സാരി ഇടല് നിർബന്ധമായി. പിന്നെ സെറ്റ് സാരി ഒപ്പിക്കാനുള്ള ഒരു കഷ്ടപ്പാടിലായിരുന്നു. അങ്ങനെ തലേന്ന് രാത്രി ഒരു 10:30 ആയപ്പോഴാണ് സെറ്റ് സാരി കിട്ടിയത്. ഇതാണ് ആ സാരി. ബ്ലൗസ് ഓൾറെഡി എൻ്റെ അടുത്തുള്ള ഒന്നാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും പെയർ ചെയ്യാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സാരി ആയതുകൊണ്ടും എനിക്ക് സാരി എടുക്കാൻ അറിയാത്തത് കൊണ്ടും ഇമ്മച്ചി സാരി എടുത്ത് തരൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇമ്മച്ചി ആദ്യം ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാരി എന്നെ എടുത്തിരുന്നത്. അപ്പം ഇമ്മച്ചിക്ക് സാരി എടുത്ത് തരാൻ കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പം ഞാൻ കുറച്ചേരം ഇമ്മച്ചിനെ അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പാക്കി പൂച്ചാക്കുള്ള പാലും കാര്യങ്ങളൊക്കെ കൊടുത്ത്, പിന്നെ കോളേജിൽ പോയിട്ട് എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാരി മാറ്റാൻ വേണ്ടി കയറി. സാരിയൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊരു ഹെൽത്തി, ടേസ്റ്റി, റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ക്യാരറ്റും നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ജ്യൂസ്. ഇതിൽ വൈറ്റമിൻസും അയൺസും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം വിശപ്പില്ലാതെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മേക്കപ്പ് സെക്ഷനിലേക്ക് കടന്ന്, അധികം ഓവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആദ്യം ഫേസ് നല്ലോണം വാഷ് ആക്കിയതിന് ശേഷം പിൽഗ്രിമിൻ്റെ ബ്യൂട്ടി ഓയിൽ ഒരു 2-3 ഡ്രോപ്പ് ഫേസിൽ നല്ലോണം ആക്കിയിട്ടൊന്ന് മസാജ് ചെയ്ത് അതിന് മേലെ കോമ്പാക്റ്റും അതുപോലെ തന്നെ ഒരു പൗഡറും യൂസ് ചെയ്തു. പിന്നെ ഷുഗറിൻ്റെ ഒരു ലിപ് ബാമും ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറും എൻവൈബാൻ്റെ ഒരു കാജളും സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു ലിപ് ലൈനറും ഇൻസൈറ്റിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഇൻസൈറ്റിൻ്റെ ബ്ലഷും ഹൈലൈറ്ററും മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ ജസ്റ്റ് ഇത്തിരി മാത്രമാണ് യൂസ് ആക്കിയിട്ടുള്ളത്, ഒന്നും ഓവറായിട്ടൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓർണമെന്റ്സ് എന്തിടും എന്നുള്ള ടെൻഷനായി. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ട്രയൽ ആൻഡ് എററിന് ശേഷം ഞാൻ ഈ ഒരു ബാങ്കിളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാങ്കിൾ നൗറ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഈ ഒരു ബാങ്കിൾ 1 സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാണാനും നല്ലൊരു റിച്ച് ക്ലാസ് ലുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഒരു കൈമ പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ റിങ്ങും പിന്നെ ഒരു ഇയറിംഗ്സും ആണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ഇയറിംഗ് 9 വരുന്ന ഒരു സെറ്റിലുള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റും ഉള്ള എന്തൊരു 120 160 ആ റേഞ്ചിൽ മാത്രമാണുള്ളത്. ഈ ഒരു ഇയറിംഗിന്റെ സെറ്റിന്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളി. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അറ്റ് ലാസ്റ്റ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു സാരിക്ക് ബ്ലാക്ക് ജേഴ്സി ഹിജാബാണ് പെയർ ചെയ്തിട്ടുള്ളത്. വേറൊരു ഷോളാണ് ഇതിക്ക് മാച്ച് ആയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ജേഴ്സി ഇട്ട് ശീലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ഏതൊരു ഷോളുമൊക്കെ കണ്ണു പോകണില്ല. അപ്പോൾ ഏതായാലും ഞാൻ മറ്റേ ഷോള് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ് എന്തായാലും പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ പിന്നെയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ ആ ഒരു ഷോൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. ഈ ഒരു നടത്തം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും സാരി ഇട്ടിട്ട് എനിക്ക് അത്ര വലിയ നടത്തം പരിചയമൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ അങ്ങനെ ഞാൻ പോയി കുറച്ചൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ പിന്നെ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ മഴയൊക്കെ കൊണ്ട് കുറച്ചു നേരം വണ്ടി നിർത്തിയൊക്കെ ചെയ്തൊരു 10:30 ആയപ്പോഴാണ് ഞാൻ കോളേജിലെത്തിയത്. താണ്ഡവം എന്നാണ് ഞങ്ങൾ ഓണം നെയിം വന്നിട്ടുള്ളത്. മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഫോട്ടോ സെക്ഷൻ. കോളേജിന്റെ ഓരോ ഭാഗത്ത് നിന്നിട്ടും ഓരോ ടീം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് വയലറ്റും സെക്കൻഡ് ഇയേഴ്സ് ഗ്രീനും തേർഡ് ഇയേഴ്സ് റെഡും അങ്ങനെ ഓരോ ടീമിനും ഓരോ കോഡൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ വലിയ ആൾക്കാരായതുകൊണ്ട് കോഡൊന്നും സെറ്റാക്കിയില്ല. അല്ലാതെ സെറ്റാക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പിന്നെ കോളേജിൽ ഫോട്ടോ സെക്ഷന് വേണ്ടി ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം അതിന്റെ മുന്നിലൊക്കെ നിന്ന് പിന്നെ നമ്മൾ എന്തായാലും അതിൽ കിട്ടൂല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടുന്ന് പോയി. പിന്നെ നമ്മൾ
ഓണത്തിന്റെ മെയിൻ സംഭവം കാണാൻ പോയി, അതായത് പൂക്കളം. പണ്ട് കാലത്തൊക്കെ നമ്മൾ, അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അടുത്ത ചേച്ചിന്റെ ഫാമിലി ഈ ഒരു പൂക്കളം ഇടുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകേനു. ഓരോ ദിവസം വരെ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്താ നമുക്ക് ഇടാൻ പറ്റാത്തതെന്നുള്ളത്. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ഇലകളും പൂക്കളൊക്കെ വെച്ചിട്ട് ഞാനും അങ്ങനെ ചെറുപ്പത്തിൽ ഇട്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ മനസ്സിലായി ഇതിങ്ങനെ ഇവരെ റിച്വൽസിന്റെ ഭാഗമായിട്ട് ഇവരിടുന്നതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പൂക്കളം നമ്മൾ ഇടാതെ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്തതായി നമ്മൾ എത്തിയത് ഈ ഒരു ഊഞ്ഞാലൻ്റെ അവിടെയാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോഴാണ് നല്ല മഴ പെയ്തത്. നമ്മൾ ഈ ഒരു പൂക്കളൊക്കെ മഴ കൊണ്ടിരുന്നു. പക്ഷെ കാറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂക്കളം കേട് വന്നിട്ടൊന്നുമില്ല. നല്ല ഭംഗി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത്. പക്ഷെ പറയാലോ, ഫോട്ടോസൊന്നും 5 വയസ്സൊക്കെ ഇല്ലേനു. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ പോയി. അപ്പോൾ കുറച്ചൊരു ഡാർക്ക് പ്ലേസ് എന്നായ ഒരു ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയില്ല ഫോട്ടോസൊന്നും. പിന്നെ നമ്മൾ ക്ലാസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കുറച്ച് ആൾക്കാർ റെഡി ആയി നിന്നപ്പോൾ നമ്മൾ ആദ്യം മോലെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് തോന്നിക്കുന്ന വിധം കുറച്ച് എക്സ്പെക്റ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത്. അങ്ങനെ ഈ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്, ഒരു ഓണം മിനി റീൽ എടുത്താലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനും വേണ്ടി കുറച്ച് റീലും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത്, ചെറിയ ക്ലിപ്സൊക്കെ എടുത്ത് അതിൻ്റെ റീൽ വേണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാ പിന്നെ പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1 മണി 1:15 ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡാൻസ് ഇവരുടെ സ്റ്റെപ്പാണെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ് കോഡാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതൊന്നുമല്ല എടുത്ത് പറയേണ്ടത്, ഈ ഒരു ഡാൻസ് കളിക്കുന്ന സമയത്ത് നല്ലൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നു. അതും കൂടി വന്നപ്പോൾ നല്ലൊരു വൈബേനു നമുക്ക് ഇവരുടെ ഡാൻസ് കിട്ടുന്നത്. റെഡ് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ വീഡിയോസിലും ഇനി അതല്ല ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഗ്രീനിനേക്കാളും ഒന്നും കൂടി ഇഷ്ടമായത് ഈ ഒരു റെഡ് ഡ്രസ്സ് ഇട്ടോലെയാണ്. പിന്നെ അതുപോലെ തന്നെ വയലറ്റും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു റെഡാണ്. അതുപോലെ ഡാൻസും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡാൻസിന് കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് ലോങ് ഡാൻസ് ചെയ്യുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസം എടുക്കണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു വ്ളോഗിൻ്റെ 2-3 സ്ഥലത്തും അതുപോലെ തന്നെ നിങ്ങൾ തംബ്നെയിലും ഗലാട്ട എന്നുള്ളൊരു വേർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് വേറെ ഒന്നുമല്ല, അത് പ്രാവശ്യത്തെ തേർഡ് ഇയേഴ്സിൻ്റെ പേരാണ്. അപ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 1:45 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല വിശന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇല വന്നു. പിന്നെ നമ്മൾ അടുത്ത് ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ പേഴ്സണലി എനിക്ക് സദ്യ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. എനിക്കൊരു ചിക്കനും ബീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു സദ്യനോട് എനിക്ക് അത്ര വലിയതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലുള്ള പല കൂട്ടാനും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ തന്നെ സാമ്പാർത്തെ കഷ്ണങ്ങൾ പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വെള്ളം മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് സദ്യയിൽ മെയിനായിട്ട് പറ്റുന്നത് ഈ ഒരു പുളിഞ്ചി, ശർക്കര ഉപ്പേരി, അതുപോലെ തന്നെ വറുത്തയക്ക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് പറ്റുക. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണാണ്. പിന്നെ എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണെങ്കിലും ഓവർ മധുരം എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചിട്ട് ബാക്കിയും ഫ്രണ്ട്സിന് കൊടുത്തേക്കാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ക്ലാസ്സിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകുമ്പോഴും നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. പിന്നെ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഓടലൊന്നും നനഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് അടിഭാഗവും ഒക്കെ കാര്യങ്ങളൊക്കെ സാരിൻ്റെ നനഞ്ഞിട്ടുണ്ടേനു. 2-3 പ്രാവശ്യം സാരി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു സാരി എടുത്തിട്ട് മഴ പെയ്യണത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതെനിക്കൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊരു ഓണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ ഒരു കുട്ടി ഓണം വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. മാസലാം.